ഞാൻ ദാനിയേൽ. എന്നെ കണ്ടാൽ അറിയാലോ ഞാനൊരു സുന്ദരനാണെന്ന്. അന്ന് ഞാൻ ദാരിയൂസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വൻ സെറ്റപ്പിൽ ജീവിക്കണ സമയം. ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊരു വല്ലാത്ത ദഹനക്കേട്. എന്തുട്ടാ പറയാ, ഒടുവിൽ അവരൊരു പണി പ്ലാൻ ചെയ്തു. ഇവനെ പൂട്ടണമെങ്കിൽ ഇവന്റെ ദൈവവിശ്വാസത്തെ തന്നെ ചൊറിയണം. അവർ രാജാവിനെ സോപ്പിട്ട് ഒരു നിയമം പാസാക്കി. അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ വേറെ ഒരു ദൈവത്തെയോ മനുഷ്യനെയോ ആരെങ്കിലും വണങ്ങിയാൽ അവനെ നേരെ സിംഹക്കൂട്ടിലേക്ക് എറിയണം. രാജാവ് ആവേശത്തിൽ അതിൽ ഒപ്പിട്ടു. സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ പേടിച്ച് വീട്ടിലിരിക്കാൻ പറ്റുമോ? ഞാൻ നേരെ വീട്ടിൽ പോയി മുറിയിലെ ജനലുകൾ അങ്ങോട്ട് തുറന്നിട്ടു. എല്ലാവരും നോക്കി നിൽക്കെ പതിവ് പോലെ മുട്ടുകുത്തി നിന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. ഒരു തവണയല്ല 3 നേരം. പൂട്ടാൻ വന്നവർ അത് വൃത്തിയായി പൂട്ടി. അത് രാജാവിന്റെ ചെവിയിലെത്തി. രാജാവിന്റെ ഉത്തരവോട് എന്നെ ആ വലിയ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. വിശന്നു നിലവിളിക്കുന്ന സിംഹങ്ങൾ. 10 മിനിറ്റിന്റെ കാര്യം തികച്ചില്ല എന്റെ കാര്യത്തിൽ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം വാക്യം. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. പക്ഷെ അവിടെ നടന്നത് അതല്ല. ഞാൻ ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ കർത്താവിന്റെ ഒരു ദൂതൻ അവിടെ വന്നിറങ്ങി. സിംഹങ്ങളുടെ വായ അങ്ങോട്ട് പൂട്ടിക്കളഞ്ഞു. ഞാൻ ആ രാത്രി അവറ്റങ്ങളുടെ ഇടയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ദൈവം കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ രാജാവ് ഓടിക്കിതച്ചു വന്നു. കല്ല് മാറ്റിയിട്ട് രാജാവ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആ ദാനിയേലേ, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചോ? അവർക്ക് എന്നെ തൊടാൻ പറ്റിയില്ല. നിങ്ങളുടെ മുന്നിൽ ദൈവത്തെയും ഐഫോണും ഓപ്ഷനായി വെച്ചാൽ ഏതാ എടുക്കാൻ? ഞാൻ 1 കോടി രൂപയും ഓപ്ഷൻ വെച്ചാൽ ഏതെടുക്കും? പാവം നമ്മുടെ ദൈവല്ലേ.